വയനാടിൻ്റെ മാറിപ്പിളർന്ന ഒരു വലിയ ദുരന്തം ഉണ്ടായെന്ന് നമ്മളെല്ലാം കണ്ടു. അവിടെയുള്ള ജനങ്ങൾക്ക്, വളരെ കുറച്ച് കൂടുതൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടു. അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു. അവരൊക്കെ കൊല്ലപ്പെട്ടു. അവരുടെ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെട്ടു. അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു. അവരുടെ മുതലുകൾ, സ്വർണം, പണം ഇതെല്ലാം നഷ്ടപ്പെട്ടു. കിടക്കാടമില്ലാതായി. നമ്മൾ കണ്ടു ഈ ദുരന്തങ്ങൾ. ഇതിനു മുമ്പും ഇതുപോലുള്ള ദുരന്തങ്ങൾ അതിനടുത്ത് മലപ്പുറത്തും അല്ലാതെ ഭാഗത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ തടയണ കെട്ടിയതിൻ്റെയാണ് എന്നൊക്കെ നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. പലപ്പോഴും അത് ശരിയാണ്. കാരണം വെള്ളപ്പൊക്കം ഉണ്ടാവാനും അത് അവിടുന്ന് വെള്ളം കുത്തിയൊലിച്ച് വരാനും ഒക്കെ ഉള്ള ഇടയുണ്ടാവും അതുമൂലമൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഒരു വല്ലാത്തൊരു വാർത്ത കേൾക്കുന്നത് നമ്മുടെ നിയമം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ, നീതി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർത്ത കേൾക്കുന്നത് വയനാട്ടിലെ വൈത്തിരിയിൽ നിന്നാണ്. വൈത്തിരിയിൽ ഒരു വയലിൽ ഒരു വലിയ കുളം കുഴിക്കുന്നു വരുന്നത് കേട്ടോ. വേറെ ആരുമല്ല, CPM-ന്റെ ഓൾഡ് വൈത്തിരി ബ്രാഞ്ച് സെക്രട്ടറി ഷാനിബ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ കരാറുകാരൻ. അത് ആരുടെ വസ്തുവെന്നൊന്നും അയാൾ പുറത്ത് പറയുന്നില്ല. അയാൾക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിൻ്റെ കരാറെടുത്തേക്കാണ്. അവിടുന്ന് രാവിലെയും വൈകുന്നേരവും, രാവിലെയും രാത്രിയും, അല്ല പകലും രാത്രിയുമായിട്ട് ഏതാണ്ട് 100-ലധികം JCB, അതേപോലെ തന്നെ ഹിറ്റാച്ചി, പിന്നെ അതേപോലെ തന്നെ മറ്റു വലിയ ട്രക്കുകൾ, മണ്ണ് കൊണ്ടുപോകാനുള്ള ട്രക്കുകൾ, ഇതെല്ലാം അവിടെ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്നിട്ട് ഈ കുളം എന്തുവെന്നറിയോ? ചെറിയ കുളമൊന്നുമല്ല. 75 മീറ്റർ നീളം, 45 മീറ്റർ വീതി, അതുകൂടാതെ ഏതാണ്ട് 40 അടിയോളം ആഴം. ഇങ്ങനെയുള്ള ഒരു ഭാഗത്തു നിന്ന് ഇത് കുളം കുത്തുവെന്നാ പറയുന്നേ. ശരിയാണ്, ആ നാടിനെ കുളം കുത്തുവാണിത്, സംശയമൊന്നുമില്ല. അതിന്ന് മണ്ണ് മുഴുവൻ എടുക്കുകയാണ്. എടുത്തിട്ട് വലിയ ടിപ്പർ ലോറിയിലോട്ട് കയറ്റി തൊട്ടപ്പുറത്ത് കൊണ്ടിടുക. എവിടാന്നറിയോ? ബാക്കി വയൽ. അപ്പോൾ സൗകര്യപൂർവ്വം അങ്ങ് നികത്തുകയാണ് ഈ വയൽ. മറ്റു വയൽ, അതായത് നെൽത്തടം, അതായത് തണ്ണീർത്തടം, നെൽപ്പാടം ഒക്കെ നികത്തുന്നതിനെതിരെയുള്ള നിയമം പാസ്സാക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്, ഈ സംസ്ഥാനം. അവിടെയാണ് ബാക്കി ഈ വയലുകൾ ഇതേപോലെ ഇവിടുന്ന് മണ്ണെടുത്തിട്ട് കൊണ്ട് നികത്തുന്നത്. ഏതാണ്ട് വലിയ മല പോലെ മണ്ണ് എടുത്ത് ഇട്ടേക്കാണ്. അവിടെ കൊണ്ടുവന്ന് പല ഭാഗങ്ങളിൽ തട്ടിയേക്കാണ്. അവിടെ ഒക്കെ ഇനി നെൽവയലായിട്ട് ഉപയോഗിക്കാം, തണ്ണീർത്തടമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇത്രയും വലിയ കുളം എന്തിനാണെന്നറിയോ? മീൻ വളർത്താനാണ്. ഉടനെ മത്സ്യകൃഷി നടത്താൻ. എന്നാ ചോദിക്കും, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് എന്തെങ്കിലും അനുവാദം വേണം വാങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ അനുവാദമൊന്നും വേണ്ട, അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുകയാണ് ഒരുത്തൻ. കാരണം CPM-കാരനാണെന്നുള്ള ഹുങ്കാണ്. കാരണം ഇതാര് തടയും? ആരും തടയത്തില്ല, അതായറിയാം. കാരണം ആ പാർട്ടിക്കാരനാണ്. വേറെ ആരെങ്കിലും ഇത് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഇവർ ഒരു 5 സെന്റ് സ്ഥലം ഒന്ന് നികത്തി ഒരു പാവപ്പെട്ടവനൊരു വീട് വെക്കാൻ വരട്ടെ. അവിടെ കൊണ്ടുവന്ന് കൊടിയപ്പോഴേ സ്ഥാപിക്കും. പിന്നെ അവന് ലക്ഷങ്ങൾ കൊടുത്താലേ കൊടി ഉരുത്തുള്ളൂ. ഇല്ല, കൊടി ഉരുക്കഴിഞ്ഞാലോ അവൻ്റെ തല വെട്ടും. അതാണ് നമ്മുടെ നാട്. പക്ഷേ ഇവൻ്റെ അടുത്ത് ചോദിക്കാൻ ആരുമില്ല. ഇനി ഇവന് പ്രൊമോഷൻ കൊടുത്ത് ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയേക്കും, അല്ലെ ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയേക്കും. മിടുക്കനാണല്ലോ. അപ്പോൾ അയാളുടെ അഭിമുഖം ഞാൻ കണ്ടു. അതിനകത്ത് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഇതിൻ്റെ അനുവാദം വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരും ഒന്നും ഒത്തിരി നാളായി പണി തുടങ്ങിയിട്ട് ആരും ഇതുവരെ തടയാനൊന്നും വന്നിട്ടില്ല. ആരും തടയാൻ പോകുന്നേ? നിങ്ങൾ ആരെങ്കിലും പോകും? ഞാൻ പോകും. നമുക്ക് തല വേണമെന്ന് ആഗ്രഹമില്ലേ? നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മുടെ നാട്. നമ്മൾ കാണണം. ഇനിയിപ്പോൾ ഇവിടെ കുളം ഇതുപോലെ കുത്തുകയാണ്. കുളം കുത്തുന്നത് ഇത് മുഴുവൻ നെൽവയലുകൾ നികത്തിക്കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. എന്തുമാത്രം അപകടമാണ് ഉണ്ടാകുന്നത്. കബനി നദിയുടെ പ്രഭവ സ്ഥാനത്തിനടുത്താണിത്. അവിടെയൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ഒന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ റവന്യൂ വകുപ്പിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, വില്ലേജ് ഓഫീസർ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ണെടുത്ത് എങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇവിടുന്ന് എടുത്ത് തൊട്ടടുത്ത വയലിലോട്ടിട്ടോണം അവിടെ നികത്തിക്കോളാൻ പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ദൂരെ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് നികത്തുന്നതിലും എളുപ്പ വഴിയാണ് ഇവിടെ അങ്ങ് കുളം കുത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് അവിടെ കുളവും മറ്റിടം നികന്ന്
എല്ലാം നെൽവയലുകളെല്ലാം നികന്നു കിട്ടും. ഈ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമല്ലേ? ഈ റവന്യൂ വകുപ്പൊക്കെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ഈ വില്ലേജ് ഓഫീസറും അതുപോലെ തഹസിൽദാരും ഒക്കെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ നിങ്ങളെയൊക്കെ നിയമിക്കുന്നതും നിങ്ങൾക്ക് ശമ്പളം തരുന്നതും ഇതുപോലുള്ള പ്രവൃത്തികളെ തടയുന്നതിന് വേണ്ടിയും കൂടെ അല്ലേ? ചിന്തിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് ജനങ്ങൾക്ക്, അതായത് നീതി ഉറപ്പാക്കാൻ, ഇവിടെ നിയമം നടപ്പാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഇങ്ങനെ ഒരാൾ കയ്യൂക്ക് കാണിക്കുമ്പോൾ എത്രമാത്രം മെഷീനറി കൊണ്ടുവന്നാണ് അവിടെ പ്രവർത്തിപ്പിക്കുന്നത്? അതൊക്കെ അതിൻ്റെ വിഷ്വൽസിൽ നിന്ന് കാണാം. അതൊന്നും ചോദിക്കാനും പറയാനും ആളില്ല. എന്ത് ചെയ്യാം ആളുകൾക്ക്, ഇങ്ങനെയുള്ളവർക്ക്? കാര്യം എന്താ? അയാൾക്ക് പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്. അയാൾ മാർക്സിസ്റ്റ് CPM കാരനാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം. മുഖ്യമന്ത്രി ഇപ്പോൾ കാരണവർ സ്ഥാനമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടതല്ലേ? കാരണവരല്ലേ? നോക്കണം. നേരത്തെ ഉള്ള പേരൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കാരണവരെന്ന് അദ്ദേഹത്തിന് വിളിക്കേണ്ടതായിട്ടിരിക്കുകയാണ് പുതിയതായിട്ട്. അദ്ദേഹം ഒരു കാര്യം ചെയ്യണം. കാരണവർ സ്ഥാനം വഹിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളുടെ ഈ കുഴപ്പങ്ങളുണ്ടല്ലോ, ഒന്ന് കണ്ണു തുറന്ന് കാണണം. ഇത് നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ വലിയ അപമാനമല്ലേ? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ? നിങ്ങളുടെ പാർട്ടിക്കാർക്ക് നിയമം ബാധകമല്ലേ ഈ നാട്ടിൽ? ഇവിടെ തന്നെ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതും നെൽവയലുകൾ നികത്തുന്നതിനും എതിരെ നിയമമുള്ളപ്പോൾ ഇതുപോലുള്ള ഏറ്റവും വലിയ കുറ്റകരമായ ക്രിമിനൽ കുറ്റം തന്നെ ഒരാൾ നടത്തുമ്പോൾ അയാൾ പാർട്ടിക്കാരനായി പോയതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് പാടുന്നു. ചെയ്യാൻ പാടില്ലല്ലോ. ബാക്കി ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ? അതും തിരിച്ചറിയണം. ഇതിനെതിരെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട തക്ക നടപടിയെടുക്കണം. അയാളെ പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊന്നും അല്ല എനിക്ക് ആവശ്യം. പാർട്ടി നിങ്ങളെ എങ്ങനെയോ വളർത്തിക്കൊള്ളൂ. പക്ഷേ ഇതേപോലെ അപകടകരമായ കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഇവിടെ മീൻ വളർത്താൻ പോവുകയാണ് അയാൾ, കേട്ടോ, വയലിനകത്ത്. അതിന് കുളം, ഇത്രയും വലിയ കുളം കുത്തുകയാണ്. ഇത്രയും വെള്ളം അവിടെ സംഭരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ സമീപ സ്ഥലങ്ങളിലെ വെള്ളമൊന്നും വെള്ളമൊക്കെ അവിടെ ഇല്ലാതാവും. ഇവിടെ വെള്ളം സംഭരിച്ചു വെച്ചത് വീണ്ടും വലിയ തടയണ പോലെ ആവും. അത് അപകടത്തിലേക്ക് കലാശിക്കും. ഇതേപോലെ തന്നെ വളരെ ഒരു അസന്തുലിതാവസ്ഥയുള്ള ഒരു സ്ഥലം, വയനാട് പോലുള്ള ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളെ, നൂറുകണക്കിന് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പര്യാപ്തമാവത്തില്ലേ? നിങ്ങളും മറ്റധികാരികളും ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എങ്കിൽ, ഇത് തടയുന്നില്ല എങ്കിൽ, ഇതുപോലെ കയറൂരി നിങ്ങളുടെ പാർട്ടിക്കാരെ വിടാൻ ഉള്ള സാഹചര്യമാണ് ഒരുക്കുന്നതെന്നുണ്ടെങ്കിൽ അവസാനം നാട്ടുകാർക്കുണ്ടല്ലോ നിയമം കയ്യിലെടുക്കേണ്ടതായിട്ട് വരും. അത് ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലിടപെടുക, ഇത് തടയുക, അതാണ് വേണ്ടത്. നമുക്കില്ലെങ്കിൽ ഒരുപാട് അശുഭകരങ്ങളായ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്.